ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയും അമേഠിയും രാജ്യം ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങളാവുകയാണ്. ഒരിക്കൽ കോൺഗ്രസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കാൻ തയ്യാറാവാതെ മടിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അതായത് യു.പി.യെ തന്നെ ഇരുവരും ഉപേക്ഷിക്കുകയാണെന്ന് പറയേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടയ്ക്കെപ്പോഴോ പ്രിയങ്കയാകും യു.പി.യിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊരു പ്രചരണം വന്നെങ്കിലും അങ്ങനൊരു തീരുമാനമില്ലെന്ന് പ്രിയങ്ക തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് പ്രിയങ്കയുടെ പേര് പറഞ്ഞു കേട്ടത് റായ്ബറേലിയിൽ സോണിയയ്ക്ക് പകരം പ്രിയങ്ക എന്നതാണ്. രാഹുൽ ഗാന്ധി അമേഠിയിലും രാജ്യസഭാ സീറ്റ് മതിയെന്ന് തീരുമാനിച്ച സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്നാണ് യു.പി. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം, അല്ല അവരുടെ ആഗ്രഹം. അതിന്റെ ഭാഗമായി ഇതിനകം തന്നെ ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ച് ഉത്തർപ്രദേശ് കോൺഗ്രസ് പ്രമേയവും പാസാക്കി. 80 ലോക്സഭാ സീറ്റുകളുള്ള യു.പി.യിലെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങൾ രാഹുലും പ്രിയങ്കയും വേണ്ടെന്ന് വെക്കുമ്പോൾ യു.പി.യിൽ പിന്നെ കോൺഗ്രസ് ഇല്ലെന്ന് പറയേണ്ടി വരും. പരമ്പരാഗതമായി ഗാന്ധി കുടുംബത്തിലുള്ളവരെ ജയിപ്പിച്ച് ചരിത്രമുള്ള ഈ മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെയാണ് കോൺഗ്രസ് ഒളിച്ചോടാനും തുടങ്ങിയത്. 2019 1.5 ലക്ഷം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ തോൽവി നേരിട്ടത്. ആ തോൽവി മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം വയനാട്ടിലേക്ക് ഇപ്പോഴും ചേക്കേറിയത്. മാത്രമല്ല മറ്റൊന്നുകൂടി കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസ് അടക്കി വാണിരുന്ന യു.പി.യിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയത് ആകെ ഒരു സീറ്റാണ്. അത് റായ്ബറേലിയിലെ സോണിയയുടെ സീറ്റ്. ഇന്നൊരംഗത്തിന് തയ്യാറാകാതെ സോണിയ അവിടെ നിന്നും മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ 60 വർഷത്തെ പാരമ്പര്യം പറയുന്ന പാർട്ടി ഇപ്പോൾ നേരിടുന്ന പ്രതികൂല സാഹചര്യത്തിന്റെ ആഴവും മനസ്സിലാക്കണം. തങ്ങളുടെ അഭിമാന മണ്ഡലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ രാഹുലും പ്രിയങ്കയും ഇറങ്ങണമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും സഖ്യത്തിലുള്ള സമാജ്വാദി പാർട്ടിയും നിരന്തരം പറയുന്നത്. പക്ഷേ ഇരു നേതാക്കളും ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇരു നേതാക്കളും തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടതോടെ പോസ്റ്ററുകൾ ഒട്ടിച്ച് മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്തു അണികൾ. എന്നാൽ സ്ഥാനാർത്ഥി പട്ടികകൾ ഓരോ തവണ കോൺഗ്രസ് പുറത്തിറക്കുമ്പോഴും ഈ രണ്ട് സീറ്റുകളും ഒഴിച്ചിടുകയാണ്. രാഹുലും പ്രിയങ്കയും ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന് യു.പി. നേതൃത്വവും കേന്ദ്ര നേതൃത്വത്തിലെ ഒരു വിഭാഗവും ശക്തമായി ആവശ്യപ്പെട്ടിട്ടും ഇരു നേതാക്കളും ഇതുവരെ അതിനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ബി.ജെ.പിയോട് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ നേരിട്ട് ഏറ്റുമുട്ടുന്നത് വലിയ രാഷ്ട്രീയ മത്സരമായി വിലയിരുത്തപ്പെടുമെന്നതിൽ സംശയമില്ല. എന്നാൽ ജയിക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇരുവരും മാറി നിൽക്കുന്നതെന്ന ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയുടെ കയ്യിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ജയിക്കാവുന്നൊരിടം എന്ന നിലയിൽ വയനാട് തന്നെ വീണ്ടും മത്സരിക്കുകയാണ് രാഹുൽ. അതും ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാവായ ആനി രാജയോട് തന്നെ. ഇത് വോട്ടർമാർക്ക് കോൺഗ്രസ് നൽകുന്ന ഏറ്റവും മോശമായ സന്ദേശം കൂടിയാണ്. ബി.ജെ.പിയുടെ അഴിമതികളിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്കൊപ്പമെന്ന് നിരന്തരം പറയുകയും രാജ്യത്തുടനീളം ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നിങ്ങനെ യാത്രകൾ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുമ്പോഴും നേരിട്ട് ബി.ജെ.പി നേതാക്കളുമായി പോരാടാൻ രാഹുൽ തയ്യാറാവുന്നില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്വം തന്നെ പ്രിയങ്കയെ ഏൽപ്പിക്കണമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നവർ പോലും ഈ നിലപാടോടുകൂടി പ്രിയങ്കയെ തള്ളിക്കളയാനും സാധ്യത കുറവല്ല. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളിൽ യു.പി.യിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സമാജ്വാദി പാർട്ടി വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ധൈര്യം പോലും കോൺഗ്രസിനില്ല. അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുലിനെ വെല്ലുവിളിച്ചു, എന്നിട്ടും മറുപടിയില്ല. സോണിയ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രിയങ്ക മത്സരിക്കുന്നെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമായിരുന്നെന്നും വൈകുന്ന സാഹചര്യത്തിൽ സാധ്യത കുറവാണെന്നുമാണ് കരുതേണ്ടത്. 1977, 1998, ഏറ്റവും ഒടുവിൽ 2019 എന്നിങ്ങനെ 3 തവണയാണ് കോൺഗ്രസ് അമേഠിയിൽ പരാജയപ്പെടുന്നത്. എന്നാൽ റായ്ബറേലിയിൽ 2004 മുതൽ വിജയം സോണിയാഗാന്ധിക്കായിരുന്നു. സോണിയയ്ക്ക് മുമ്പ് ഇന്ദിരാഗാന്ധിയും അവർക്ക് മുമ്പ് ഭർത്താവായ ഫിറോസ് ഗാന്ധിയും മത്സരിച്ച് വിജയിച്ച മണ്ഡലം ഗാന്ധി കുടുംബത്തിന് അത്രമേൽ പ്രധാനപ്പെട്ടതുമാണ്. ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആരുടെ പേര് പ്രഖ്യാപിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.